ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ക്യാരറ്റ് കൊണ്ടൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാമേ. അതിന് വേണ്ടി ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു കുറച്ച് പാല്, പിന്നെ ഇച്ചിരി റവ, പിന്നെ ശർക്കരയോ പഞ്ചസാര അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമേ. അതുപോലെ 1-2 ഏലക്ക. ഇത്രയും സാധനം മാത്രം മതി നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയേ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാം. അതിന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരയ്ക്കാം. ഞാൻ അരച്ചിട്ട് അങ്ങോട്ട് നല്ലതായിട്ട് അരയാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കാമേ. ഒത്തിരി പാൽ വേണ്ട, നമുക്ക് അരയാനുള്ള പാൽ മാത്രം മതി. തുള്ളി പാലൊഴിച്ച് നമുക്കത് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊരു സോസ് പാനിലേക്ക് മാറ്റാം. അതിനകത്തൊരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ പാല് തന്നെയല്ലേ ഒഴിച്ചിരിക്കുന്നത്. അതിനകത്ത് വെള്ളം ചേർക്കാത്തതുകൊണ്ട് നമുക്ക് തുള്ളി വെള്ളം കൂടിയും ചേർത്ത് എടുക്കാമേ. അപ്പോൾ അതിനകത്തോട് നമുക്ക് കുറച്ച് റവ ഇടാം, ഒരുപാട് വേണ്ട, കുറച്ച് റവ ഇടാം. അതിലേക്ക് കുറച്ച് ശർക്കര ഇടാം. ശർക്കര ഞാൻ പറഞ്ഞല്ലോ, ശർക്കരയോ പഞ്ചസാരയോ ഇഷ്ടമുള്ള ഇടാമേ. എന്നിട്ട് നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണേ. എളുപ്പം ഉണ്ടാക്കാം കേട്ടോ, ഈ പറയുന്ന പാടൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതായി പോകുന്നതേ ഉള്ളൂ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യുണ്ട്, ഏറ്റവും നല്ലത് നെയ്യായിരിക്കുമേ. എൻ്റെ ഈ നെയ്യ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ ഒരു പരുവം വരെ നമ്മൾ ഇളക്കി എടുക്കുക. എപ്പോഴും ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി എടുത്ത് നമുക്ക് ആ ഒരു പരുവം ഉരുട്ടാൻ പരുവത്തിന് ആവുമ്പോൾ നിർത്തുക. എന്നിട്ട് നമുക്ക് അത് ഉരുട്ടി മാറ്റി വയ്ക്കാം. ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാമേ. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു സോസ് പാനിലെടുക്കാം. സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ആ പാലിലേക്ക് എടുത്ത് വെച്ച ഏലക്ക ഉണ്ടല്ലോ, അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് ആ ഏലക്ക ഇട്ട് കൊടുക്കാം. അത് ഞാൻ മിസ്സായിപ്പോയി, അത് ഇടുന്നത് കിട്ടിയില്ല. ആ ഏലക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാമേ. ഒത്തിരി വേണ്ട, കുറച്ച് റവ മതിയേ. നമുക്കൊന്ന് കുറുക്കാൻ പാകത്തിന് കുറച്ച് റവ, അതിലേക്ക് കുറച്ച് ശർക്കര. നമ്മൾ ഓൾറെഡി മറ്റേനകത്ത് ശർക്കര ഇട്ട് വെക്കുന്നതുകൊണ്ട് അതിന് ഓൾറെഡി മധുരമുണ്ട്. അതുകൊണ്ട് അധികം ശർക്കര വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ഇത് കട്ടാതെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുത്തിട്ട് നല്ല ഒരുവിധം ഇളക്കി കൊടുക്കാം. കട്ടാതെ നോക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പരുവമുണ്ട്, അത് ഒരു ഇച്ചിരി കുറുകി വരുന്ന ആ പരുവം നോക്കി. എന്നിട്ട് ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക് ആ ബോൾസ് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ടെ. ആ ബോൾസ് ഇട്ടതിന് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. സിമ്പിളാണ്. ഞാനിപ്പം വലിച്ച് നീട്ടിയ ഒരു വീഡിയോ എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ സിമ്പിളാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. ക്യാരറ്റൊന്നും ഇഷ്ടമില്ലാത്ത ഒത്തിരി പിള്ളേരുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് വളരെ നല്ലതായിരിക്കും, കാരണം അതിനകത്ത് വേറൊന്നും ചേരുന്നില്ലല്ലോ. എല്ലാ കുട്ടികളും കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.